ഹോയ്, ഒരു കാര്യം പറയട്ടെ. ഈ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ എവിടെയും പഠിച്ചിട്ടും ഉണ്ടാവില്ല, ആരും നമ്മളെ പഠിപ്പിച്ചിട്ടും ഉണ്ടാവില്ല. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തിരുക്കുറലിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എടുക്കൺ വരുങ്കാൽ നകുക, അതിനെ എടുത്ത് ഊറുവത് അത്തപ്പൊതി. സ്മൈൽ വെൻ അഡ്വേഴ്സിറ്റി കംസ്, ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ് ടു ഓവർകം ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ധൈര്യത്തോടെ നേരിടുക. ഇതിനെ മറികടക്കാൻ ഇതിലും വലിയൊരു മാർഗം വേറെ ഇല്ല എന്നുള്ളതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. സത്യമാണ്. അതായത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തായാലും വരും. പ്രതിസന്ധി ഇല്ലാതൊരു ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ബാക്കിയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ ഭയത്തോടെയാണ് നേരിടുന്നത് എങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, എല്ലാ വഴികളും അടഞ്ഞ പോലെ തോന്നും. ഒരു മാർഗവും മുന്നിലുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ മറ്റ് വഴികളെക്കുറിച്ചും മറ്റ് വേണ്ടാത്ത വഴികളെക്കുറിച്ച് ചിന്തിക്കുക. അതേസമയം ഈ പ്രതിസന്ധികളെ നമ്മൾ ധൈര്യത്തോടെയാണ് നേരിടുന്നത് എങ്കിൽ നമ്മളെ ആര് സഹായിക്കും? നമ്മുടെ യുക്തി തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ തരണം ചെയ്യാൻ പറ്റും. ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കി വെക്കണം, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും അതിൻ്റെ സൊല്യൂഷൻ എവിടെ തന്നെ ഉണ്ടെന്നറിയും, നമ്മളിൽ തന്നെ ഉണ്ട്. ആൻഡ് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ വരില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ നേരിടണം.